നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ തലസ്ഥാന നഗരി, ചരിത്രവും പൈതൃകവും പേറുന്ന മണ്ണ്, വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കേന്ദ്രം തിരുവനന്തപുരം നിയോജക മണ്ഡലം. ഈ നഗരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വികസനത്തിന്റെ പുതിയ പാതയിലാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാമൂഹിക മുന്നേറ്റത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഈ കാലയളവിൽ സംഭവിച്ചു. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ ഈ വികസന യാത്രയുടെ ചിത്രങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. കേരളത്തിൻ്റെ വികസനത്തിൽ കിഫ്ബി നിർണായകമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അസാധ്യമെന്ന് കരുതിയിരുന്ന പല വികസന പ്രവർത്തനങ്ങളും കിഫ്ബിയുടെ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ടിങ്ങിൻ്റെ സഹായമായി കേരള വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി ഏറെ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിലും വികസന പ്രവർത്തനങ്ങൾ അത്ഭുതകരമായ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ തീരദേശ പാത, അതുപോലെ തന്നെ ദേശീയ ജലപാത, ഇതുകൂടാതെ എൻ്റെ മണ്ഡലത്തിലെ 8 സ്കൂളുകൾ, 5 കോളേജുകൾ, അതുകൂടാതെ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ചില നവീകരണ പ്രവർത്തനങ്ങൾ, വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചില കുടിവെള്ള പദ്ധതികൾ, ഇതിനൊക്കെ പുറമെ തീരസംരക്ഷണത്തിനായി ജിയോ ട്യൂബ് സ്ഥാപിക്കൽ, അതുപോലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ, ചില ജംഗ്ഷനുകളുടെ ഇമ്പ്രൂവ്മെൻറ്റ്, മത്സ്യചന്ത നവീകരണം, ഇങ്ങനെ ഏതാണ്ട് തീരദേശ ജലപാതയും നമ്മുടെ തീരദേശ പാതയും കൂടാതെ തന്നെ, ഹൈവേയും കൂടാതെ തന്നെ 400 കോടി രൂപയുടെ കിഫ്ബി പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതുമായ പദ്ധതികൾ. ഇപ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ മാത്രം 400 കോടിയിൽ പരം രൂപയുടെ പ്രവർത്തനങ്ങളാണ്. MLA പറഞ്ഞതുപോലെ നഗരത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് തീരദേശ ഹൈവേ വലിയ പങ്ക് വഹിക്കുന്നു. കുമാരിച്ചന്ത മുതൽ പള്ളിത്തുറ വരെയുള്ള തീരദേശ ഹൈവേയുടെ 2ാം ഘട്ടം പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. അതുപോലെ തീരദേശ ജലപാതയും പാർവതി പുത്തനാർ പുനരുദ്ധാരണവും നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളാണ്. കോവളം ബേക്കൽ ജലപാതയുടെ ഭാഗമായി തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൻ്റെ തിരുവല്ലം മുതൽ ഏതാണ്ട് കൊച്ചുവേളി വരെയുള്ള പാർവതി പുത്തനാറിൻ്റെ നവീകരണം, അതിൻ്റെ നവീകരണത്തിനുള്ള ജലപാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാകുമ്പോൾ കുമരിച്ചന്ത മുതൽ വേളി ടൂറിസ്റ്റ് വില്ലേജ് വരെയുള്ള ഏതാണ്ടൊരു 11 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് വീതി കൂട്ടാനുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാർവതി പുത്തനാർ പുനരുദ്ധാരണ പദ്ധതി നഗരത്തിലെ പ്രധാന വികസന പദ്ധതികളിലൊന്നാണ്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ തീരദേശ ജലപാത യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്ക് ഗതാഗതവും വിനോദസഞ്ചാര മേഖലയും പുതിയ തലത്തിലേക്ക് എത്തും. തീരദേശ ജലപാതയും തീരദേശ ഹൈവേയും കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോവളം ബേക്കൽ ജലപാതയും തീരദേശ ഹൈവേയും കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു വലിയ ഒരു മാറ്റമാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഫ്ലൈ ഓവറുകളും റോഡ് നവീകരണവും അനിവാര്യമാണ്. ഈസ്റ്റ് ഫോർട്ട്, മണക്കാട് ഫ്ലൈ ഓവർ, വെഞ്ഞാറമൂട് ഫ്ലൈ ഓവർ എന്നിവ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. ജഗതി DPI ജംഗ്ഷൻ വികസനം, വെഞ്ഞാറമൂട് റിംഗ് റോഡ് എന്നിവയും ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതികളാണ്. കൂടാതെ നഗരത്തിലെ മറ്റു റോഡുകളും നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു.
വിദ്യാഭ്യാസ മേഖലയിലും തിരുവനന്തപുരം മണ്ഡലം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. സർക്കാർ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഡിജിറ്റൽ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിനും ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ 8 സ്കൂളുകൾ UPS ഭീമാപ്പള്ളി, ഗവൺമെൻറ് TTI മണക്കാട്, LPS കോട്ടൺ ഹില്ല്, ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ കോട്ടൺ ഹില്ല്, ഗവൺമെൻറ് തമിഴ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചാല, GHS ഗേൾസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ മണക്കാട്, മോഡൽ ഹൈസ്കൂൾ തൈക്കാട്, SMB ഹയർ സെക്കൻഡറി സ്കൂൾ ഓവർബ്രിഡ്ജ്, ഇങ്ങനെ 8 സ്കൂളുകളിലേക്കായി ഏതാണ്ട് 20 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് പലതും. പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS, ചാല ഗവൺമെന്റ് തമിഴ് V&HSS, മണക്കാട് കാർത്തിക തിരുനാൾ ഗവൺമെന്റ് V&HSS തുടങ്ങിയ സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലൈബ്രറി, ലാബ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം മെച്ചപ്പെടുത്തി. കൂടാതെ എല്ലാ സ്കൂളുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം, പ്രൊജക്ടറുകൾ, ലാപ്ടോപ്പുകൾ എന്നിവ ലഭ്യമാക്കി. 4 കോളേജുകളിലാണ് തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ 4 കോളേജുകളിലാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 50 കോടി രൂപയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, സംസ്കൃത കോളേജ്, വിമൻസ് കോളേജ്, ആർട്സ് കോളേജ് എന്നീ 4 കോളേജുകളിലെ ഏതാണ്ട് 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും തിരുവനന്തപുരം മണ്ഡലം മുന്നേറ്റം കാഴ്ചവെച്ചു. യൂണിവേഴ്സിറ്റി കോളേജ്, ഗവൺമെന്റ് വനിതാ കോളേജ്, MMS കോളേജ് മലയങ്കീട്, ഗവൺമെന്റ് കോളേജ് തൈക്കാട് തുടങ്ങിയ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ലൈബ്രറി, ലാബ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു. നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിനും വൈദ്യുതി പ്രതിസന്ധിക്കും പരിഹാരം കാണുന്ന പദ്ധതികൾക്കും സർക്കാർ പ്രാധാന്യം നൽകി. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിൽ വരുന്ന റീപ്ലേസ്മെൻറ്റ് ഓഫ് ട്രാൻസ്മിഷൻ മെയിൻ തിരുവനന്തപുരം നഗരത്തിലെ അതിനായി 77.86 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നെയ്യാർ ഓൾട്ടർനേറ്റീവ് സ്കീം, അതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി നടപ്പിലാക്കുന്നതിനായി 206.96 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും സുഗമമായി തിരുവനന്തപുരം നഗരത്തിൽ 24 മണിക്കൂറും സുഗമമായി വെള്ളം കിട്ടുന്നതിനുമാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ വൈദ്യുതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒക്കെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പൈസ ചെലവഴിക്കുന്നത്. തിരുവനന്തപുരം PS സർക്കിളിൽ ട്രാൻസ്മിഷൻ മെയിൻസ് മാറ്റുന്ന പദ്ധതി കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്താൻ സഹായിക്കും. നെയ്യാർ ഡാമിൽ നിന്ന് PTP നഗറിലേക്ക് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പദ്ധതി പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. കൂടാതെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ട്രാവൻകൂർ ലെൻസ് പദ്ധതി പോലുള്ള പദ്ധതികളും നടപ്പിലാക്കുന്നു. പൂന്തറയുടെ മത്സ്യച്ചന്ത നവീകരിക്കുന്നതിനായി തിരുവനന്തപുരത്തെ ഏറ്റവും ആധുനികമായ മത്സ്യച്ചന്തയായി നവീകരിക്കുന്നതിനായി 2.38 കോടി രൂപയുടെ പ്രവർത്തനം പൂർത്തിയാകാറായിട്ടുണ്ട്. അതുപോലെ തന്നെ തീരസംരക്ഷണത്തിനായി പൂന്തറയിൽ ജിയോ ട്യൂബ് സ്ഥാപിക്കുന്ന പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഈ ഏതാണ്ട് ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകാനാണ്. അത് 20.78 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. നഗരത്തിലെ മത്സ്യചന്തകൾ ആധുനികവൽക്കരിക്കുന്ന പദ്ധതി, നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി, DPI ജംഗ്ഷൻ വികസനം എന്നിവയെല്ലാം നഗരത്തിന് പുതിയ മുഖം നൽകുന്ന പദ്ധതികളാണ്. കൂടാതെ നഗരത്തിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. തിരുവനന്തപുരം നഗരത്തിൻ്റെ ബ്യൂട്ടിഫിക്കേഷനായി ഠിഡയുമായി പദ്ധതി
പിന്നെ നടപ്പിലാക്കുന്നതിനുള്ള കിഫ്ബിയുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ DPI ജംഗ്ഷൻ അതിൻ്റെ വികസനത്തിനായിട്ടുള്ള പദ്ധതിയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത വികസനമാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇത്രയും പരിപാടികൾ നടക്കുന്നത്. ഇതുകൂടാതെ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതി, ഗവൺമെൻറ് ഇതര പദ്ധതികൾ, കോർപ്പറേഷൻ്റെ പദ്ധതികളൊക്കെ വേറെയാണ്. കിഫ്ബിയുമായുള്ള കിഫ്ബി ഫണ്ടിങ്ങിൻ്റെ സഹായത്തോടെ മാത്രമാണ് ഏതാണ്ട് ഇത്രയും തീരദേശ ജലപാതയും തീരദേശ ഹൈവേക്കും പുറമേ 400 കോടിയിൽ പരം രൂപയുടെ പദ്ധതിയാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലം വികസനത്തിന്റെ പാതയിൽ ഒരുപാട് മുന്നോട്ട് പോയി. ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം തുടങ്ങിയ മേഖലകളിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു. ഈ വികസന പ്രവർത്തനങ്ങൾ ഇനിയും തുടരും. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിന് നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളാണ് ഞാനിവിടെ ഈ ചൂണ്ടിക്കാണിച്ച തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ. കിഫ്ബിയുമായി കാലാകാലങ്ങളിൽ ആശയവിനിമയം നടത്തുകയും കിഫ്ബിയുടെ ഓഫീസിൽ വെച്ച് തന്നെ ഏതാണ്ട് 2 മാസത്തിലൊരിക്കൽ 3 മാസത്തിലൊരിക്കൽ കിഫ്ബി ഉദ്യോഗസ്ഥന്മാരും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഏജൻസികളും ഇതിൻ്റെ ഗുണഭോക്തരായിട്ടുള്ള സ്ഥാപനങ്ങളുടെയും അധികൃതരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ 3 മാസത്തിലൊരിക്കൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ റിവ്യൂ നടത്തി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അതുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് MLA എന്നുള്ള നിലയ്ക്ക് ഞാനും ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരിരുന്നുകൊണ്ട് നിരന്തരമായി ഇത് റിവ്യൂ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ഒരു പിന്തുണയാണ് കിഫ്ബിയിൽ നിന്നും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിനായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു വലിയ തുക മുടക്കി നമുക്ക് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സംസ്ഥാനം നിലവിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ഇപ്പോൾ രാജ്യത്തിനാകെ കിഫ്ബി മാതൃകയായിരിക്കുകയാണ്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് KSRTCക്ക് പുതിയ ബസ്സുകൾ വാങ്ങുന്ന പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി തുടങ്ങിയവ നടപ്പിലാക്കുന്നു. ധനകാര്യ സ്ഥാപനമായ KSFEയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. സബ് രജിസ്ട്രാർ ഓഫീസുകൾ നവീകരിച്ചു. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വർക്ക് നിയർ ഹോം പദ്ധതി, K-ഫോൺ പദ്ധതി തുടങ്ങിയവ ആരംഭിച്ചു. ഇവയെല്ലാം തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വികസനത്തിന് വലിയ തോതിൽ സഹായകമായി. വികസനം എന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. തിരുവനന്തപുരം നിയോജക മണ്ഡലം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഈ വികസന നേട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നു. തുടർന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ നഗരത്തെ കേരളത്തിലെ മറ്റ് നഗരങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു വികസന മോഡലായി മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വികസനത്തിന്റെ പുതിയ പാതയിലാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാമൂഹിക മുന്നേറ്റത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഈ കാലയളവിൽ സംഭവിച്ചു. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ വികസനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൻ്റെ സാമ്പത്തിക ഭൗതിക വികസനത്തിന്
വലിയ സംഭാവന നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് കിഫ്ബി എന്ന് എല്ലാ ജനങ്ങളും ഇന്ന് മനസ്സിലാക്കുകയാണ്. കേരളത്തിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ വിവിധങ്ങളായിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടന്നു വരികയാണ്. കേരളം ഏത് ഗവൺമെൻറ് ഭരിച്ചാലും സാധാരണഗതിയിൽ നടക്കുന്ന വികസനത്തിൻ്റെ ഇരട്ടി വികസനമാണ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായത് എന്ന് ഇന്ന് കേരള ജനത തിരിച്ചറിയുകയാണ്. എത്രയോ നാളുകളായി മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ വികസനം അടക്കം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വട്ടിയൂർക്കാവിന്റെ വികസനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ വട്ടിയൂർക്കാവിലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഏറിയ കൂറും എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ കിഫ്ബിയുടെ പദ്ധതി സഹായത്തോടു കൂടിയാണ് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, മറ്റ് കേന്ദ്രങ്ങൾ എന്നിവയുടെ എല്ലാ നിർമ്മാണം ഇതിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. MLA സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വട്ടിയൂർക്കാവ് മണ്ഡലം വലിയ മുന്നേറ്റമാണ് നടത്തിയത്. സർക്കാർ വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി. വട്ടിയൂർക്കാവിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെൻട്രൽ പോളിടെക്നിക് എന്നിവ ഈ വികസനത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു, സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജീകരിച്ചു, ആധുനിക ലാബുകളും ലൈബ്രറി സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി. സെൻട്രൽ പോളിടെക്നിക്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വട്ടിയൂർക്കാവ് മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രങ്ങളാണ് ഒന്ന് ജനറൽ ആശുപത്രി. ദിനം പ്രതി 2000-ന് മുകളിൽ OP ഉള്ള ഈ ഹോസ്പിറ്റലിൻ്റെ മാസ്റ്റർ പ്ലാൻ ഏതാണ്ട് 137 കോടി രൂപയ്ക്ക് കിഫ്ബി ഇപ്പോൾ അതിൻ്റെ ഭരണാനുമതി നൽകിയിരിക്കുകയാണ്. മാനസികാരോഗ്യ കേന്ദ്രം മൂളമ്പാറയിൽ ഇത് 93 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ DPR ഉൾപ്പെടെ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ കിഫ്ബിയുടെ പദ്ധതി സഹായത്തോടു കൂടിയാണ് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. മേഖലയിലും വട്ടിയൂർക്കാവ് ശ്രദ്ധേയമായ വികസനം കൈവരിച്ചു. പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തി. 10 ബെഡഡ് ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിച്ചത് ആരോഗ്യരംഗത്ത് വലിയ മുതൽക്കൂട്ടായി. കോവിഡ് മഹാമാരി സമയത്ത് ഈ വാർഡുകൾ വളരെ പ്രയോജനകരമായിരുന്നു.
കൂടാതെ മണ്ഡലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം എത്രയോ നാളുകളായി ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസന പ്രവർത്തനമാണ്. അത് യാഥാർത്ഥ്യമാകുന്നത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതാണ്ട് 666 കോടി രൂപ ഇതിനുവേണ്ടി കിഫ്ബി ചെലവിടുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ 1-ാം റീച്ചിൻ്റെ മുഴുവൻ ഭൂമിയുടെയും വില ഇതിനോടകം നൽകിക്കഴിഞ്ഞു. DPR ഉൾപ്പെടെ അംഗീകാരത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോയി അതിൻ്റെ നിർമ്മാണങ്ങൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. പേർക്കട മേൽപ്പാലം ഏതാണ്ട് 106 കോടി രൂപ അതിനുവേണ്ടി ചെലവിടുകയാണ്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് റോഡ് വികസന പദ്ധതികൾക്ക് മുൻഗണന നൽകി. വട്ടിയൂർക്കാവിലെ റോഡുകൾ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വെഞ്ഞാറമൂട് റിംഗ് റോഡ്, ജഗതി DPI ജംഗ്ഷൻ വികസനം, ഈസ്റ്റ് ഫോർട്ട്, മണക്കാട് ഫ്ലൈ ഓവർ എന്നിവ വട്ടിയൂർക്കാവിന്റെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന പ്രധാന പദ്ധതികളാണ്. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് സർക്കാർ പ്രധാന പദ്ധതികൾ നടപ്പിലാക്കി. തിരുവനന്തപുരം PS സർക്കിളിൽ ട്രാൻസ്മിഷൻ മെയിൻസ് മാറ്റുന്ന പദ്ധതി, നെയ്യാർ ഡാമിൽ നിന്ന് PTP നഗറിലേക്ക് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പദ്ധതി എന്നിവ വട്ടിയൂർക്കാവിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും. പല പ്രദേശങ്ങളിലും പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തി. വട്ടിയൂർക്കാവിന്റെ നഗര സൗന്ദര്യവൽക്കരണത്തിനും സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തി. നഗരത്തിലെ പാർക്കുകൾ നവീകരിക്കുകയും പുതിയ പാർക്കുകൾ നിർമ്മിക്കുകയും ചെയ്തു. ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. അതുപോലെ അർബൻ റിജുവിനേഷൻ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ സ്കീം പോലുള്ള പദ്ധതികൾ വട്ടിയൂർക്കാവിന്റെ മുഖച്ഛായ മാറ്റി. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വട്ടിയൂർക്കാവിൽ പല പദ്ധതികളും നടപ്പിലാക്കി. K-ഫോൺ പദ്ധതി, വർക്ക് നിയർ ഹോം പദ്ധതി എന്നിവ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. സ്കിൽ ഇക്കോസിസ്റ്റം ഡെവലപ്മെന്റ് പദ്ധതി വഴി യുവജനങ്ങൾക്കായി തൊഴിൽ പരിശീലന പരിപാടികൾ നടത്തി. പൊതുഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ ശ്രദ്ധ ചെലുത്തി. KSRTCക്ക് പുതിയ ബസ്സുകൾ വാങ്ങുന്ന പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി എന്നിവ വട്ടിയൂർക്കാവിലെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കൂടാതെ നഗരത്തിലെ ബസ് സർവീസുകൾ മെച്ചപ്പെടുത്തി. വട്ടിയൂർക്കാവ് മാത്രമല്ല, കേരളത്തിൽ പൊതുവിൽ കിഫ്ബിയുടെ സഹായത്തോടുകൂടി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇനിയും ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. ഇതിനെ തകർക്കാനുള്ള പരിശ്രമങ്ങളും പല കോണുകളിൽ നടക്കുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. അത്തരം ശ്രമങ്ങളെ കൂട്ടായി ചെറുക്കാൻ വേണ്ടി കൂടി കേരള ജനത മുന്നോട്ട് വരണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. 25 വർഷങ്ങൾ പിന്നിടുന്ന കിഫ്ബിയുടെ മുന്നോട്ടുള്ള പോക്കിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കേരള വികസനത്തിന് കിഫ്ബിക്ക് ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. വികസനം എന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഈ വികസന നേട്ടങ്ങൾ വട്ടിയൂർക്കാവിന്റെ ഭാവിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. വിദ്യാഭ്യാസ ഹബ്ബായി മാറുന്ന വട്ടിയൂർക്കാവിനെ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു വികസന മോഡലായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം.
വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.